ആലപ്പുഴയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ വാഹനാപകടത്തിൽ 5 മരണം 3 പേർക്ക് ഗുരുതര പരിക്ക്. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കളർകോട് ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, എപ്പോഴാണ് അപകടമുണ്ടായത്? വിഷ്ണു, 9:30 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ വൈറ്റില ഭാഗത്തു നിന്നും കായംകുളത്തേക്ക് പോവുകയായിരുന്നു, ഗുരുവായൂരിൽ നിന്നും കായംകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്കാണ് തവേര കാർ ഇടിച്ചു കയറിയത്. ഈ കനത്ത മഴയുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ദേശീയപാതയോട് ചേർന്നുള്ള ആ ഒരു കളർ ചങ്ങനാശ്ശേരിയിലേക്ക് തിരിയുന്ന ഭാഗം, അതാണ് ചങ്ങനാശ്ശേരി മുക്ക്. അവിടെയാണ് ഈ വലിയ ഒരു അപകടം ഉണ്ടായത്. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് വളരെ വേഗത്തിൽ പാഞ്ഞു വന്ന് ആ KSRTC ബസ്സിലേക്ക് ഈ തവേരക്കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പറയുന്നത്. തവേരക്കാരിൽ 7 യുവാക്കൾ ഉണ്ടായിരുന്നു. 7 പേരിൽ 5 പേരും മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. ആദ്യം അപകടം ഉണ്ടായ സമയത്ത് ഈ 3 പേർ മരിക്കുകയും 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള ഒരു വിവരമായിരുന്നു പോലീസ് നൽകിയത്. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതിൽ 5 പേരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്നും പറയുന്നുണ്ട്. ഈ വിവരം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന 7 യുവാക്കളാണ് ഈ തവേര കാറിൽ സഞ്ചരിച്ചിരുന്നാണ് പറയുന്നത്. ഈ കായംകുളം രജിസ്ട്രേഷനുള്ളതായിരുന്നു ഈ തവേര കാർ. എന്തായാലും ഈ പരിക്കേറ്റ എല്ലാവരുടെയും നില ഗുരുതരമാണ്. 5 പേരുടെ മരണം സ്ഥിരീകരിക്കുമ്പോൾ ഇനി 2 പേര് കൂടെ ഉണ്ട്. 2 പേർക്കും ഗുരുതരമായ പരിക്കുള്ളതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും വളരെ വലിയ ഒരു അപകടം, നല്ല മഴയുള്ള സമയമായിരുന്നു. കാറ് തെന്നി വന്ന് ഈ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് KSRTC ബസ്സിലുള്ള ആളുകളും പറയുന്നത്. ബസ് യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ കാറിന്റെ മുൻഭാഗവും കാറിന്റെ പുറകുവശം മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കി പൂർണ്ണമായും കാർ തകർന്നിട്ടുണ്ട്. കാർ വെട്ടിപ്പൊളിച്ചാണ് ഈ പരിക്കേറ്റ എല്ലാവരെയും തന്നെ പുറത്തേക്ക് എടുത്തത്. മാത്രമല്ല, ഈ ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസിന്റെ ചില്ലുകൾ തെറിച്ച് മുൻവശത്തിരുന്ന ബസിന്റെ മുൻ സീറ്റിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ യാത്രക്കാരുടെ പരിക്കുകൾ നിസ്സാരമാണ്. ഈ തവേര കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറിയതിന്റെ ആ ഒരു ആഘാതത്തിലാണ് കാറിലുണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. അവിടുത്തെ ദൃക്സാക്ഷികൾ പറയുന്ന അനുസരിച്ച് കാർ വെട്ടിപ്പൊളിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ഇവർക്ക് തലയ്ക്കൊക്കെ വളരെ വലിയ പരിക്കുകളായിരുന്നു. ഇതിൽ ഒരാളായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചത്. ബാക്കി 4 പേർ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷമാണ് മരിച്ചതെന്നുള്ള വിവരവും വരുന്നുണ്ട്. 2 പേരുടെ പരിക്ക് വളരെ വലിയ രീതിയിലുള്ള പരിക്കാണ്, തലക്കേറ്റ പരിക്കുകളാണ്. അതുകൊണ്ട് തന്നെ ആ പരിക്കുകൾ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും 7 പേർ സഞ്ചരിച്ചിരുന്ന തവേര കാറിൽ ഉണ്ടായിരുന്ന 5 പേരും മരിച്ചു എന്നുള്ള വിവരമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നത്. വളരെ വലിയ ഒരു അപകടം, അതായത് മഴയുള്ള സമയമാണ്. ഈ ദേശീയപാതയോട് ചേർന്ന് വാഹനങ്ങൾ തിരിയുന്ന ഒരു സ്ഥലമാണ് ഈ ചങ്ങനാശ്ശേരി മുക്ക് എന്ന് പറയുന്നത്. ചങ്ങനാശ്ശേരി AC റോഡ് തുടങ്ങുന്ന ഭാഗമാണ്. ഹോട്ടലിൽ നിന്നോ മറ്റോ ഇറങ്ങിയതാണ് ഈ കാർ എന്നും അവിടെ നിന്ന് നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ കാറ് തെന്നി വന്ന് വടക്ക് നിന്നും തെക്കോട്ട്, അതായത് വൈറ്റില ഭാഗത്തു നിന്നും വന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്നു സൂപ്പർഫാസ്റ്റ് ബസ്സിൽ. ഈ കാറ് വന്ന് പാഞ്ഞു വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് ബസ്സിലെ കണ്ടക്ടർ അടക്കമുള്ളവർ പറയുന്നത്. കാറ് നിയന്ത്രണം വിട്ട് പാഞ്ഞു വന്ന് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവിടെ ഓടിക്കൂടിയ നാട്ടുകാർ അടക്കമുള്ള ആളുകൾ, പോലീസ് വരുന്നതിന് മുൻപ് തന്നെ ഇവർ വാഹനം വെട്ടിപ്പൊളിച്ച് ഇതിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. ആ തവേര കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ ഒരു ദൃശ്യം കാണുമ്പോൾ തന്നെ അതിനുള്ളിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾക്ക് എത്രമാത്രം പരിക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്രത്തോളം ആ കാറിന്റെ ആ ഒരു അവസ്ഥ പോലെ തന്നെയാണ് അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ യുവാക്കളുടെയും ആ ഒരു നില. തലയ്ക്കായിരുന്നു ഇവർക്ക് എല്ലാവർക്കും തന്നെ പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഒരാൾ മരിച്ചു എന്നുള്ള വിവരം ആദ്യം പുറത്തു വന്നു. പിന്നീട് 4 പേർ കൂടി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാമധ്യേയും വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞും മരിച്ചിട്ടുണ്ട്. എന്തായാലും അപകടത്തിൽ 5 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നത്. 2 പേരുടെ പരിക്ക് വളരെ ഗുരുതരമാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. വളരെ ദാരുണമായ ഒരു അപകടം, 5 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട അപകടമാണ് ഈ ഒരു മഴയുള്ള സമയത്ത് ആലപ്പുഴ ദേശീയപാതയ്ക്കരികിൽ ചങ്ങനാശ്ശേരി മുക്കിൽ 9:30 കൂടി ഉണ്ടായിരിക്കുന്നത്. ശരി, നിഷ ദിലീപാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.